ഇങ്ങനെയാണ് വെള്ളമൊക്കെ കയറിയതോടുകൂടി പലയിടത്തെ മനുഷ്യരുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒപ്പം തന്നെ മണ്ണിടിച്ചിലും കുമളി ആനവിലാസം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായെങ്കിലും വലിയൊരു ദുരന്തം തന്നെ ഒഴിവായിട്ടുണ്ട്. വെള്ളാരംകുന്ന് പത്തുമുറിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗതാഗതമൊക്കെ പൂർണ്ണമായും തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. ഇടുക്കിയുടെ മലയോര മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ്. പല സ്ഥലത്തും മണ്ണിടിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗത തടസ്സം പലയിടത്തുമുണ്ട്. ഇപ്പോൾ കാണുന്നത് കുമളിയിൽ നിന്ന് ആനവിലാസം പോകുന്ന റോഡാണ്. ഈ റോഡിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. പലയിടത്തായി മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ തൊട്ടടുത്തായി 3 ഇടങ്ങളിലാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത്. തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവരുടെ വാഹനം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവരെല്ലാം കാൽനടയായിട്ടാണ് പോകുന്നത്. ഇന്നലെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു. ഇന്നലെ രാത്രി 8 മണിക്ക് തുടങ്ങിയ മഴയാണ്. ഇന്ന് നിന്നിട്ടില്ല. അതിന് മുമ്പത്തെ ദിവസം മഴയായിരുന്നു. അത് അന്നേരം രാവിലെ ആയപ്പോഴത്തേക്കിന് ആ മഴ നിന്നിരുന്നു. പക്ഷേ ഇന്നലെ തുടങ്ങിയ മഴ, ഇന്നലെ മിനിങ്ങാന്ന് പെയ്ത മഴയെക്കാട്ടിൽ കൂടിയ മഴയാണ് പെയ്തിരിക്കുന്നത്. കാരണം ഈ മലയിൽ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഉരുളുപൊട്ടലിന്റെ തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ റോഡിൽ കുറച്ച് അപ്പുറത്തേക്ക് കാണുന്ന ഉരുളുപൊട്ടലിന്റെ തുടക്കം തന്നെയാണ്. ഇപ്പൊ ഇവിടെ 3 ഇടത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വേറെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് കാര്യമായി ഇതുപോലെ ഇത്ര അളവ് മണ്ണിടിഞ്ഞിട്ടില്ല. കുറച്ചാണെങ്കിലും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടത്തക്ക രീതിയിലുള്ള മണ്ണിടിഞ്ഞിട്ടുണ്ട്. തോട്ടം തൊഴിലാളികളൊക്കെ ഇന്ന് ജോലി ഉണ്ട്. സാധാരണ മഴ പെയ്യുന്ന സമയത്ത് ജോലി ഒഴിവാക്കാറാണ് പതിവ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇപ്പം ജോലിക്കാരെ കിട്ടാനുള്ള ലഭ്യത കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട് യഥാർത്ഥത്തിൽ. അങ്ങോട്ടുള്ള തോട്ടങ്ങളിലൊക്കെ നിരപ്പായ സ്ഥലങ്ങളാണ്. ഈ ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ സ്ഥലങ്ങളാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വന്നേക്കുന്നത്. അവർ ഇത്രയും ദൂരം ഇവിടെ വരെ എത്തിയത് കൊണ്ടാവും അവർ റിസ്ക് എടുത്ത് ഇവിടെ വരെ വരാനുണ്ടായ സാഹചര്യം. ഇന്നിപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയിലൊക്കെ പല സ്ഥലത്തായിട്ട് മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. അത് ഇന്നുമായിട്ട് ഇടിഞ്ഞാണോ? ഇന്നലെ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചത് ഇതല്ല. മിനിങ്ങാന്നത്തെ മഴയിൽ ഇത്രത്തോളം പ്രശ്നമില്ലായിരുന്നു. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അവിടെ ഇപ്പോൾ ഒരു 7-8 സ്ഥലങ്ങളിലായിട്ട് കാണുന്നത് അതെല്ലാം ഉരുളുപൊട്ടൽ തന്നെയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാലറിയാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്തുള്ള മലയിൽ വ്യാപകമായിട്ട് മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഒരു 5-8 ഇടത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2 ഇടത്ത് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലെല്ലാം ഇന്നുണ്ടായതാണ്. ഇപ്പോഴും മഴ തുടരുകയാണ് ഈ പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ ഇനിയും വരും മണിക്കൂറുകളിൽ മണ്ണിടിയാനും അത്തരത്തിലുള്ള അപകടങ്ങളുണ്ട്. നെടുങ്കണ്ടം മേഖലയിൽ ഇന്നലെയും മഴയുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. കല്ലാർ ഡാമിൻ്റെ 4 ഷട്ടറുകളിൽ 3 അടച്ചിട്ടുണ്ട്. ഒരു ഷട്ടർ മാത്രമാണ് ഉയർന്നിരിക്കുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള ആ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള ബുദ്ധിമുട്ട് ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി.